കയറിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു മനസ്സിന് ഒരു തൃപ്തിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ അംഗൻവാടി ആണെങ്കിലും അതേപോലെ ഹെൽത്തിൻ്റെ ആണെങ്കിലും ഇവിടെ വെള്ളം കെട്ടി കിടന്നിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം സാനിറ്റേഷൻ ഫണ്ട് ഉപയോഗിച്ച് തന്നെ നമ്മൾ ടൈലിട്ട് പൊക്കി ആ വെള്ളക്കെട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ റോഡുകളാണെങ്കിലും 7 റോഡുകൾ തന്നെ പുതിയത് ഞാൻ പണിയിപ്പിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇപ്പം നമ്മൾ വന്നതിന് ശേഷം 7 പുതിയ റോഡുകളും അതേപോലെ മെയിൻ്റെനൻസ് നടത്തിയിട്ടുണ്ട്. അതേപോലെ 7 കാണകൾ തന്നെ നിർമ്മിച്ച് നമ്മുടെ വെള്ളക്കെട്ട്, നമ്മുടെ വാർഡിലുള്ള വെള്ളക്കെട്ട് ഒരുവിധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ മഴ പെയ്യുമ്പോൾ ഇപ്പം വേണം ഈ വെള്ളമുണ്ട്, പക്ഷേ എന്നാലും വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരുവിധം വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലാണെങ്കിലും യുവ കർഷകരുടെ പൊക്കാളി അന്യം നിന്ന് പോയ പൊക്കാളി ഇപ്പോൾ 5 വർഷമായിട്ട് നമ്മളുടെ ഇവിടെ പാടത്ത് കൃഷി ഇറക്കുന്നുണ്ട്. നമ്മൾ യുവ കർഷകരാണ്. ഇതിപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈഫിൻ്റെ വീടുകളാണെങ്കിലും 15 വീടുകൾ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ് 2 വീടിന് ഇപ്പോൾ പണി തുടങ്ങാനുള്ള ആരംഭത്തിലാണ്. അതേപോലെ തന്നെ ഒരു PMAYയുടെ വീടും കൂടിയുണ്ട്. അങ്ങനെ ആകെ 16 വീടുകൾ പൂർണ്ണമായിട്ട് നിർമ്മിച്ച് കഴിഞ്ഞ് ഇനി 2 വീടിൻ്റെ പണിയും തുടങ്ങിയിട്ടുണ്ട്. കുടിവെള്ളത്തിന് പ്രശ്നം എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും വെള്ളത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവർ നമ്മുടെ പഞ്ചായത്തിൻ്റെ വഴിയാണെങ്കിലും കുടിവെള്ളം പൂർണ്ണമായിട്ട് എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. അതിന് ലൈറ്റാണെങ്കിലും നമ്മുടെ റോഡുകളിലെല്ലാം നല്ല ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കോൺട്രാക്ടർമാരെടുത്തിട്ട് അവർക്ക് അറിയാൻ പാടില്ല, എന്നാലും അവരുടെ കൂടെ നടന്ന് നമ്മൾ വഴികളൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാം ലൈറ്റ് ഇടിയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയ ബൾബുകൾ 27 കിട്ടാനുണ്ട്. അതും ഇല്ലാത്ത പോസ്റ്റുമേക്ക് ഇടിയിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. നമ്മുടെ ഈ വാർഡിൽ തന്നെ 4 സ്കൂളുകളുണ്ട്. അതായത് രാമവർമ്മ സ്കൂള്, BB സഭ LP സ്കൂള്, ഗവൺമെൻറ് LP സ്കൂള്, പിന്നെ SMHS ഹയർ സെക്കൻഡറി. ഈ 4 സ്കൂളിലും കാര്യങ്ങളിലും എല്ലാത്തിനും എന്നെ ക്ഷണിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഞാൻ ചെന്ന് ഇടപെടാറുണ്ട്. അപ്പോൾ NSS പിള്ളേരാണെങ്കിലും നല്ല രീതിയിലാണ് നമ്മുടെ ഈ വാർഡ് ദത്തെടുത്ത് അവർ ദത്ത് ഗ്രാമമായിട്ട് സ്വീകരിച്ചാക്കണേന്. അപ്പോൾ അതിൻ്റേതായ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അവകാശപ്പെടാം. അതായത് അവർക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് ഓണം വരുമ്പോഴും ഈ പെരുന്നാളുകൾ വരുമ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ കുട്ടികൾ തന്നെ സംഘടിപ്പിച്ച് അവർ കൊണ്ടുവന്ന് കൊടുക്കും. നമ്മുടെ ഈ വാർഡിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ NSS കുട്ടികൾ നമ്മളോടൊപ്പം തന്നെ, നമ്മുടെ വാർഡിനൊപ്പം തന്നെ ഇപ്പം ഞാൻ അവരെ വിളിച്ചാലും അവർക്കുടെ കാര്യങ്ങളിലും നമ്മൾ ചെന്ന് ഇടപെട്ട് കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ചെന്ന് ഇടപെടാറുണ്ട്. 2 അംഗനവാടിയുണ്ട്. ഒന്ന് സൂര്യ അംഗനവാടി, ഒന്ന് വനിതാ അംഗനവാടി. അങ്ങനെ 2 അംഗനവാടികളിലും കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ പോകാറുണ്ട്. വയോജനങ്ങളുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വയോജനങ്ങളുടെ വാർഷികം നടന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ നടത്തി. ഈ വാർഡിലെ മൊത്തം വയോജനങ്ങളെയും വിളിച്ചു കൂട്ടി അവർക്കുടെ പരിപാടികളും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കായിക പരിപാടികളും അതിന് സമ്മാനം കൊടുക്കുകയും അതേപോലെ തന്നെ കലാപരിപാടികൾ ഭംഗിയായിട്ട് വൈകുന്നേരം വരെ 5 മണി കഴിയുന്നവരെയുള്ള പരിപാടികൾ നടത്തി. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ വയോജനങ്ങളെയും ഒരുമിച്ച് തന്നെ പോകുന്നുണ്ട് നമ്മുടെ വാർഡിൽ. അങ്ങനെ എല്ലാ മാസവും കൂടുകയും ചെയ്യും. എല്ലാ മാസവും നമ്മളിവിടെ അംഗനവാടിയിലാണെങ്കിലും അവിടെ അംഗനവാടിയിലാണെങ്കിലും ചേർന്ന് പോകുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഈ ഭരണ സമയത്ത് തന്നെ 7 കാണകൾ നമ്മൾ ഈ വാർഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 7 കാണകൾ തന്നെ നിർമ്മിച്ചത്. അതായത് ബ്ലോക്കിൻ്റെ ആണെങ്കിലും ജില്ലയുടെ ഒരു ഫണ്ട് കിട്ടിയിട്ട് നമ്മുടെ ഈ ഗൗരീശ്വരം കാണിയും റോഡ് മെയിൻ്റെനൻസും കൂടി ഒന്നിച്ച് 16 ലക്ഷത്തിൻ്റെ പണി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഒരു പുതിയ റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 വർഷമായിട്ടുണ്ട് അതിന് വേണ്ടി ആ റോഡ് പണിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടും അത് മുടങ്ങി കിടക്കണമായിരുന്നു. അത് MLA കണ്ട് മൂന്നാമത്തെ പ്രാവശ്യം MLA കണ്ട് അതിൻ്റെ ഫണ്ട് അനുവദിപ്പിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ റോഡ് പദ്ധതിയുടെ ഈ പ്രാവശ്യം ഉണ്ടായിരുന്ന ആ പദ്ധതിയിൽപ്പെടുത്തി 15 ലക്ഷം രൂപ MLA നമുക്ക് അനുവദിക്കുകയും ബാക്കി 1,60,000 രൂപ പഞ്ചായത്തിനൊരു കൂട്ടി കാണിയോടുകൂടി നല്ല ടൈലിട്ട റോഡാക്കി ഈ നമ്മൾ കയറുമ്പോൾ പറഞ്ഞ ആ വാക്ക് പാലിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്.
കയറുമ്പോൾ എല്ലാവരും അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ബുദ്ധിമുട്ടുന്ന ഒരു ജനതയായിരുന്നു അവിടെ. അത്രയും ആ വഴി 10-25 വീടുണ്ട് അവിടെ. ആ വീട്ടിലെ ജനങ്ങൾ ആ വഴി കൂടി പോകണ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. നമ്മളും ആ വഴി കൂടി പോണേണ്. പക്ഷേ അത് നമ്മൾ കയറിയപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാവരും പറയും, പക്ഷേ ഇതുവരെയായിട്ട് ആ റോഡ് വന്നിട്ടില്ലല്ലോ. പക്ഷേ നമ്മളന്ന് വോട്ട് ചോദിച്ച് തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങണേക്ക് മുമ്പ് ആ റോഡാക്കിയിരിക്കുമെന്ന്. പക്ഷേ അത് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. ആ റോഡ് ഭംഗിയായിട്ട് നമുക്ക് കിട്ടി. അത് എല്ലാം കൊണ്ടും നമുക്ക് അവിടുത്തെ ജനങ്ങൾ നമ്മളോടൊപ്പം നിന്ന് ആ റോഡിനുള്ള സ്ഥലം വിട്ടു തരികയും അതേപോലെ തന്നെ ഫണ്ട് അനുവദിക്കുകയും ചെയ്തപ്പോൾ ആ റോഡ് ഭംഗിയാക്കി ചെയ്യാൻ പറ്റിയിരിക്കും. അവിടെ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു സംരംഭങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല തയ്യലിൻ്റെയും അതേപോലെ തന്നെ കടകളുടെ ഇതുണ്ട്. പിന്നെ പല സംരംഭങ്ങളും കൃഷിയുടെ ആണെങ്കിലും അതേപോലെ പശു വളർത്തൽ അങ്ങനെയുള്ളത്. അത് നമ്മുടെ മൃഗസംരക്ഷണത്തിൻ്റെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാർഡിൽ അവർക്ക് പോത്തിൻ്റെ ആയാലും ഒക്കെ എല്ലാവരും അവർക്ക് ഒന്നും നോക്കാതെ തന്നെ അവർക്ക് എല്ലാവർക്കും ആർക്കാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദിച്ച് കൊടുപ്പിച്ചിട്ടുണ്ട്. ഈ പോത്തിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ, പശുവിൻ്റെ, ആടിൻ്റെ, അതിൻ്റെ കോഴി വളർത്തൽ അങ്ങനെ എല്ലായിടത്തും വാർഡിൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ആദ്യം മുൻഗണന ലിസ്റ്റിൽപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിർദ്ദേശിക്കുന്നതായിട്ടുള്ളതെല്ലാം നമ്മൾ അതിൻ്റേതായിട്ട് ആ ക്രമത്തിൽ തന്നെ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും അവിടെ അതിൻ്റെ അപേക്ഷ വെപ്പിക്കുകയും അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗ്രാമസഭയിലുള്ള അപേക്ഷകൾ ഭംഗിയായിട്ട് തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാമസഭ ഭംഗിയായിട്ട് പോകാറുണ്ട്. ആളുകൾ സംഘടിച്ച് അത് എങ്ങനെയും ഗ്രാമസഭയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഭംഗിയായിട്ട് തന്നെ ഗ്രാമസഭ പോയിരുന്നു. ഗ്രാമസഭയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് തന്നെ ഓരോന്നും ചെയ്തിട്ടുണ്ട്. ഉഷ മെമ്പറിനെ കുറിച്ച് ഞാൻ ഇവിടുത്തുകാരനല്ല, തിരുവനന്തപുരംകാരനാണ്. ഈ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് പേര് കേട്ട ഒരാളാണ് പുള്ളി. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നും നോയെന്ന് പറയാൻ പുള്ളിക്കറിയില്ല. എല്ലാം അതങ്ങനെ ആവട്ടെ മക്കളെ എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരാളാണ്. ഈ റോഡിൻ്റെ അവസ്ഥ എന്നാൽ ഞാൻ വരുമ്പോഴൊക്കെ കുണ്ടും കുരിയായിട്ടും കിടന്നതാണ്. കുറേ ആൾ പഞ്ചായത്തിലൊക്കെ പരാതികൾ നാട്ടുകാർ കൊടുത്തുന്നുണ്ട്. ഈ മഴ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് സ്ഥിരമാണ്. കാരണം പ്രളയത്തിനൊക്കെ ഇതുവരെയാണ് ഞാൻ നടന്നു പോയത്. അപ്പോൾ നിറച്ച് വെള്ളക്കെട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഉഷ മെമ്പർ വന്നോടെയാണ് ഈ റോഡൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തീർന്നത്. അപ്പം അതിന് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്ത് പരിപാടി വിളിച്ചാലും ആണെങ്കിൽ ഓടി എത്താറുണ്ട്. ഒരു ഇത്തിരി നേരമില്ല. സ്കൂളിലെ കാര്യങ്ങളിലായാലും പൊതുകാര്യങ്ങളിലായാലും ഞാൻ എല്ലാ പരിപാടിക്കും പോകേണ്ട ഒരാളാണ്. എൻ്റെ എല്ലാത്തിനും നമ്മുടെ പൊന്നാണ്, മുത്താണെന്ന് പറയാൻ വേണമെങ്കിൽ ഉഷ മെമ്പർ. ഈ വഴി അങ്ങനത്തെ വരെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. ജബ്ബാർ താമസിക്കുന്ന അവിടെ വരെ നമ്മുടെ ഭൂമിയാണ്, ആരില്ല വരെ. അത് പ്രസിഡന്റ് വന്ന് ഒക്കെ ഒത്തുതീർപ്പാക്കിയപ്പോൾ നമ്മൾ അങ്ങോട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട്. ആ റോഡ് ഭംഗിയാക്കി. വരിക്കാരുടെ ഒരു സ്വപ്നമായിരുന്നു ഈ റോഡൊന്ന് ഇതേപോലെ ആക്കി കിട്ടാനായിട്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വന്നപ്പോൾ ഇവിടെ ഇവർക്കൊരു വാക്ക് ഇവരെന്നോട് പരാതിയായിട്ടാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളായിട്ട് ഈ റോഡ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, 30 വർഷത്തോളമായിട്ടുണ്ട് നമ്മൾ ഈ വഴിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും ഇന്ന് വരെയും നടന്നിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പോൾ അന്ന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക്, ഞാൻ ഇറങ്ങണേക്ക് മുമ്പ് ഈ റോഡ് ഭംഗിയാക്കി തരും എന്നുള്ളത്. പക്ഷെ ഞാനത് വാക്ക് പാലിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിച്ചല്ല എന്നുള്ള ഒരു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ റോഡ് ഇവിടെ വന്നതിന് ഒരുപാട് കഷ്ടപ്പാട് അതിനകത്ത് സഹിച്ച് തന്നെയാണ് ഈ റോഡ് ഇവിടെ ആക്കിയെടുത്തത്. ഇന്നതിൽ എനിക്ക് ആ കഷ്ടപ്പാടുകളൊന്നും ഞാനിന്ന് ഓർക്കണില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആയിക്കഴിഞ്ഞപ്പോഴുള്ള സന്തോഷം അതാണ് എനിക്ക് ഏറ്റവും വലിയ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെളിയിലാണ് ഇവർ നടന്നിരുന്നത്. അവരുടെ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെളിയിൽ കൂടി നടക്കുമ്പോൾ നമ്മളും അപ്പം കൂടുതലും നമ്മൾക്ക് ഇത് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയും എങ്ങനെയെങ്കിലും ഈ വഴി ഒന്ന് ആക്കണമല്ലോ എന്ന് അതിന് വേണ്ടി നമ്മൾ MLA കാണുകയും അത് എല്ലാം കൂടി ഒത്തു വന്നപ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MLA നമുക്ക് ഫണ്ട് അനുവദിച്ച് മുഖ്യമന്ത്രിയുടെ റോഡ് പദ്ധതിയിൽപ്പെടുത്തി ആ ഫണ്ട് അനുവദിക്കുകയും
15 ലക്ഷം രൂപ ഈ റോഡ് പദ്ധതിക്ക് ഈ റോഡിന് വേണ്ടി അനുവദിച്ച്, അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ 1,60,60,000 രൂപ അതും അനുവദിക്കുകയും ചെയ്ത് ആ റോഡ് കാണയോടുകൂടി തന്നെ അവർക്ക് വെള്ളക്കെട്ടില്ലാതെ നല്ല റോഡാക്കി നിർമ്മിച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ ഈ ഭരണസമിതിയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് സാധിച്ചിട്ടുണ്ട്.